ഹായ്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി കണ്ടിട്ട്. എൻ്റെ ഫൂക്കോക്ക് ട്രാവൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബാങ്കോക്കിൽ എത്തിയിട്ടില്ല, ഇതുവരെ ഫൂക്കോക്കിൽ പോലും എത്തിയിട്ടില്ല. നോക്കട്ടെ, ഈ ആഴ്ച തന്നെ ഞാനത് ആക്ച്വലി കുറേ ആരും അധികം കാണണമെന്നില്ല എനിക്കറിയാം, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അതെൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് മെമ്മറി ആയതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് എനിക്ക് കുറേ കാലം കഴിഞ്ഞ് കാണാമല്ലോ, വാവയ്ക്കൊക്കെ കാണും. സോ അതെന്തായാലും ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ വന്നതല്ല, എൻ്റെ മടിയെ പറ്റി പറയാനാണ്. ഞാൻ വീഡിയോ എടുത്ത് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി. എസ്പെഷ്യലി ഈ പോസ്റ്റ് പാർട്ടം. എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷവും 1 മാസവും ആയല്ലോ. ആദ്യത്തെ 3 മാസം എന്തായാലും ഇച്ചിരി സിക്കൊക്കെ ആയിരുന്നു. ഞാൻ സിക്ക് ഇൻ ദ സെൻസ് എനിക്ക് പെയിനും പിന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ്. പൊന്നെ, ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടി എന്താണെന്നറിയോ? എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു കേട്ടോ. അതാരും എന്നോട് പറഞ്ഞിട്ടുമില്ല. അതാണ് എനിക്ക്, നമ്മൾ ഇച്ചിരി എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി ബെറ്റർ ആയിരുന്നു. ഇത് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ബ്രസ്റ്റ് ഫീഡിങ് ഇത്ര പാടായിരിക്കും എന്നോ. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും ഡെലിവറി ആവാനിരിക്കുന്നവരൊക്കെ കേട്ടോളൂ കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. അത് എല്ലാവർക്കും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വാവയ്ക്ക് അങ്ങനെ ലാച്ച് ചെയ്യാൻ അറിയില്ല. ലാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് നമ്മൾ നിപ്പിളിൽ പിടിക്കില്ലേ, അതാണ് ലാച്ച്. അത് കറക്റ്റായിട്ട് അവൻ ചെയ്തിട്ടില്ലെങ്കിൽ, ബേബീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പെയിൻ ആയിരിക്കും. ശരിക്കും നമ്മൾ ഡീപ്പ് ലാച്ച് ചെയ്യണം എന്നാണ് പറയാം. അപ്പം അത് കുഞ്ഞുങ്ങൾക്ക് ഇനീഷ്യലി ഇഷ്യൂ ആയിരിക്കും ചില വാവകൾക്ക് കേട്ടോ. എൻ്റെ വാവയ്ക്ക് നല്ല ഇഷ്യൂ ആയിരുന്നു, അവൻ ലാച്ച് ചെയ്യാൻ തീരെ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ പ്രോപ്പറായി ലാച്ച് ചെയ്യാതെ അവർ പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും. ബിക്കോസ് അവർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പൊട്ടൽ വരും. പിന്നെ ആ പൊട്ടലിൻ്റെ മേളിൽ കൂടെ വീണ്ടും അവർ പാല് കുടിക്കും. ബിക്കോസ് പാല് കൊടുക്കുന്നത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നിപ്പിൾ കവേഴ്സ് കുറേ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നിപ്പിൾ ക്രീംസ് ഒക്കെ യൂസ് ചെയ്തു, പക്ഷേ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എനിക്ക് ഓരോ തവണ എൻ്റെ കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ഇങ്ങനെ പിന്നെ വെച്ച് കുത്തുന്ന പോലെ ആയിരിക്കും. ഞാൻ വാവയ്ക്ക് ഇങ്ങനെ പാല് കൊടുക്കും, ജനൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ അവൻ്റെ കൈ പിടിച്ച് അമക്കും, എൻ്റെ വെയിൻ കുറച്ചങ്ങോട്ട് പൊക്കോട്ടെ വെച്ച്. അയ്യോ. പക്ഷേ ജോക്സ് അപ്പാർട്ട്, ഇറ്റ് വാസ് ലൈക്ക് ഇങ്ങനെ ജീവനോടിങ്ങനെ മേളിൽ പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. പാൽ കൊടുക്കണം ഇനീഷ്യലി ഒരു 1 മന്ത് 1.5 മന്ത് മിനിമം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പിന്നെ വാവയും ലാച്ച് ചെയ്യാൻ പഠിച്ചു. പിന്നെ എനിക്കും കുറച്ചങ്ങനെ ശീലമായി. പിന്നെ അങ്ങനെ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ചായിട്ട് പെയിനുണ്ട്. അപ്പോൾ വാവയ്ക്ക് പല്ല് വന്നുകൊണ്ട് അങ്ങനെ